മോട്ടിവേഷൻ ഈസ് സത്യത്തിൽ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു നുണയാണോ? പലരും പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെച്ചൊന്ന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനൊക്കെ പണ്ട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുമായിരുന്നു. ഈ വീഡിയോസ് കണ്ടാൽ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണും. പക്ഷേ പ്ലാനൊന്നും നടക്കൂല. അങ്ങനെ ഒരു മൊമെന്റിൽ ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞൊരു 2, 3 കൊല്ലമായിട്ട് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്, കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് ആ ഫീൽഡിലും ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ടു ബി ഓണസ്റ്റ്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നുണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ മേഖലയിൽ വർക്ക് ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു സത്യം പറയാം. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ബൈക്ക് ഉണ്ടെന്ന് കരുതാം. നമ്മുടെ ബൈക്കിന് സ്വാഭാവികമായിട്ട് കിക്കറുള്ള ബൈക്ക് ഉണ്ടാവാം, അതല്ലെങ്കിൽ സെൽഫ്, വാട്ടെവർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചാവി ഓണാക്കിയതിൻ്റെ ശേഷം ആദ്യം ചെയ്യുക കിക്കർ അടിക്കുക അല്ലെങ്കിൽ സെൽഫ് അടിക്കും. അപ്പോൾ ഈ സെൽഫ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ കിക്കർ അടിക്കുന്ന സമയത്ത് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാവും. ഓക്കെ, വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാവും. പക്ഷേ വണ്ടി സ്റ്റാർട്ടാവും എന്നല്ലാതെ വണ്ടി എന്താവില്ല, മൂവ് ആവില്ല. മൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക തന്നെ വേണം. ഇനി നമ്മളത് നമ്മുടെ ഈ കഥയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ആ ഒരു ഇനീഷ്യൽ പുഷ്. അതായത് നമുക്ക് തുടക്കത്തിൽ, ഐ മീൻ നമ്മളിപ്പോൾ നമുക്കൊരു വലിയ ഡ്രീമുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചെയ്യാതെ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ലാതെ നമ്മളിങ്ങനെ, ഐ മീൻ നമുക്കത് നേടണം എന്നുണ്ട്. പക്ഷേ പ്രൊക്കാസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് പോണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു മോട്ടിവേഷണൽ മൂവി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സോങ് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓ, നാളെ മുതൽ ചെയ്യണം അല്ലെങ്കിൽ തുടങ്ങണം എന്നുള്ളൊരു ഫീൽ വരുമല്ലോ. അപ്പോൾ ഈ ഒരു ഫീല്, ഈ ഒരു ഇനീഷ്യൽ പുഷ്, ആ ഒരു സാധനം നൽകുക എന്ന് മാത്രമാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തരിക. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് മാത്രമാണ് നമുക്ക് അത് കിക്കർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സെൽഫ് അടിക്കുമ്പോൾ സംഭവിക്കുക. അതേപോലെ നമ്മൾ ആ ഡ്രീമിലേക്ക് സ്റ്റെപ്പ് വെക്കണം എന്നുള്ളൊരു ബോധം, അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹം വീണ്ടും ഉള്ളിലൊന്ന് നാളെ മുതൽ ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക എന്നുള്ള പർപ്പസാണ് മോട്ടിവേഷൻ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് ആ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ, നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായെന്ന് കരുതിയിട്ട് വണ്ടി സാധാരണ മൂവ് ആവില്ലല്ലോ. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലല്ലേ മൂവ് ആവുക. സോ നമ്മൾ തന്നെ സ്വയം എഫേർട്ട് ഇട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പലർക്കും ഇതൊക്കെ അറിയാം. സ്വാഭാവികമായിട്ട് ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൽക്ക് വലിയൊരു ഡ്രീമും ഉണ്ട്. ആ ഡ്രീം സാധിക്കണം എന്നുണ്ട്. പക്ഷേ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാനത് നേടും, ചെയ്യും എന്നുള്ളൊരു തോന്നൽ, ഫീൽ ഉള്ളിലേക്ക് വരും ചെയ്യും. ഇന്നാലത്തെ പിറ്റേന്ന് രാവിലെ മുതൽ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല. പക്ഷേ ഈ വീഡിയോസ് വീണ്ടും കാണുന്ന സമയത്ത് വീണ്ടും ഓക്കെ, ഞാൻ ഒരു നാൾ അവിടെ എത്തും എന്നുള്ളൊരു സംഭവം മൈൻഡിലേക്ക് വരും. പിറ്റേന്നും ഇതേപോലെ ഇത് ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് നിങ്ങളെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യുക, പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രൊക്കാസ്റ്റിനേഷനൊക്കെ മാറ്റി വെച്ച് ലൈഫിൽ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ കുറേ കാലമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം. എല്ലാവർക്കും ഉള്ള പോലെ നിങ്ങൾക്കും ഉണ്ടാവും ഒരു വലിയ ഡ്രീം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം നമുക്ക് മാത്രമാണ് വലുത്. പലപ്പോഴും പലരോടും അത് ഷെയർ ചെയ്യണ സമയത്ത് അവർക്ക് പുച്ഛം മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ പുച്ഛം കാണുമ്പോൾ ഒരു മൊമെൻറ്റ് നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഡ്രീം ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എത്ര വലുതാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ, അത് മതി. ആ ഡ്രീമിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ, അല്ലെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രൊക്കാസ്റ്റിനേഷൻ, മെൻ്റൽ മാസ്റ്റർബേഷൻസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ തരണം ചെയ്യാൻ ഐ ക്യാൻ ഹെൽപ്പ് യു. സോ ഇറങ്ങുന്ന വീഡിയോസ് എല്ലാം കണ്ട് ജസ്റ്റ് നിങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുന്ന വീഡിയോസ് ലിസൺ ചെയ്ത് അതിൽ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഐ ഹോപ്പ് യു ഗെറ്റ് എ ബെറ്റർ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ. ടുഡേ ഐ എം ഗോണ വൈൻഡ് അപ്പ് ഫോർ നൗ. See you on next video. It's me, NPK.